സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കണ്ടന്റുകൾക്കാണ് കൂടുതൽ റീച്ച് കിട്ടുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ അഖിൽമാരൊക്കെ പറയുകയുണ്ടായി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ഇതിനെപ്പറ്റിയുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വശവും അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ ഇതിനെ യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെറുപ്പത്തിൽ ഓടി കളിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ തെന്നി അടിച്ച് വീഴുകയാണെങ്കിൽ നമ്മൾ അവനെ നോക്കി കളിയാക്കി ചിരിക്കാറില്ല. ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായി നമ്മുടെ ബ്രെയിൻ നമ്മളെ ക്യാപ്ചർ ചെയ്യിപ്പിക്കുകയും നമ്മളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് നെഗറ്റീവായിട്ട് കേട്ടാലും കണ്ടാലും അതിന്റെ പുറകെ പോകും. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിലെ റീല് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തംബ്നെയില് കാണുകയാണ്. ഒരാൾ ട്രെയിൻ ഇടിക്കാൻ വരികയാണ്, അപ്പോൾ അയാൾ ട്രെയിനിന്റെ മുമ്പിൽ ചാടാൻ നിൽക്കുകയാണ്. സോ ഇങ്ങനെ ഒരു തംബ്നെയില് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റെല്ലാം വിട്ട് ആ ഒരു റീല് മാത്രം നോക്കും. ഇതൊരു ഫണ്ണായിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരാൾ നടന്നു പോകുന്നു, ഒരു ഫണ്ണായിട്ടുള്ള BGM ഇട്ടിരിക്കുന്നു, പെട്ടെന്ന് അയാൾ കാലേറ്റ് വീഴുന്നു ഒരു അബദ്ധത്തിൽ. നമുക്കത് കാണുമ്പോൾ ചിരി വരുന്നു. സോ അയാൾക്കവിടെ സംഭവിക്കുന്നത് ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ ആ BGM ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കതൊരു ഫൺ വീഡിയോ ആയിട്ട് തോന്നും. നമുക്കതിൽ സന്തോഷം ഉണ്ടാവും, ചിരിക്കും. നമ്മളത് കാണുമ്പോൾ എന്റർടൈൻമെന്റ് ആവും. നേരത്തെ കാണിച്ച ഒരു സീരീസ് ആയിരുന്നെങ്കിൽ ഇതൊരു ഫൺ കാറ്റഗറിയിലെ വീഡിയോ ആണ്. പക്ഷെ രണ്ടിലെയും സിറ്റുവേഷൻ ആക്സിഡന്റ് തന്നെയാണ്. ട്രെയിൻ ഇടിക്കുന്ന വീഡിയോ നമ്മളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെങ്കിൽ ഒരാൾ വീഴുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്റർടൈൻമെന്റ് ആണ് തോന്നുന്നത്. സോ രണ്ടിടത്തും നെഗറ്റീവ് വീഡിയോ ആണെങ്കിലും നമ്മളെ രണ്ടിടത്തും അങ്ങോട്ട് കയറി ചെല്ലാൻ, അങ്ങോട്ട് അട്രാക്ട് ചെയ്യിക്കാൻ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവും. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് എന്റർടൈൻമെന്റ് ആയി തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യാറുള്ളത്. സോ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് കോൺട്രവേഴ്സി. അതായത് രണ്ടോ അതിലധികമോ ഗ്രൂപ്പുകളെ തമ്മിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു തർക്കമുണ്ടാക്കിക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു റീല്. ഈ ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. അതായത് പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ നെഗറ്റീവായിട്ടുള്ള പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനടിയിൽ വരുന്ന തർക്കങ്ങളെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന്, ലാലേട്ടനെ പറ്റി ഒരു മോശമായ അല്ലെങ്കിൽ ലാലേട്ടനെ വിമർശിച്ചുകൊണ്ട് ഒരു കണ്ടന്റ്, ഒരു റീല് വരികയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ താഴെ കമൻ്റായിട്ട് വരുന്നത് രണ്ട് ഗ്രൂപ്പുകളാണ്. ഒന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് ലാലേട്ടൻ ഫാൻസും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മമ്മൂക്ക ഫാൻസുമാണ് വരുന്നത്. സോ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫാൻ ഫൈറ്റ് ആ ഒരു കമന്റ് ബോക്സിൽ തന്നെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പോസ്റ്റിനെ റീച്ച് കയറിയാണ് ഉണ്ടാവുന്നത്. ഇവിടെ രണ്ട് കൂട്ടർക്കും അല്ല മെച്ചം ഉണ്ടാവുന്നത്, ആ പോസ്റ്റ് ഇട്ട ആൾക്കാണ് മെച്ചം ഉണ്ടാവുന്നത്. സോ അവിടെ നമ്മൾ പോലും അറിയാതെ നമ്മളവിടെ തർക്കിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് റീച്ച് ഉണ്ടാവുകയാണ്. സോ നമ്മളവിടെ തർക്കിക്കണം എന്ന് തന്നെയാണ് അവൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റീച്ച് കയറിയ കണ്ടന്റ് തന്നെ വീണ്ടും വീണ്ടും ഇടാൻ ശ്രമിക്കും. മൂന്നാമത്തെ കാര്യമാണ് മീഡിയ. നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റിനെ തിരിച്ചറിഞ്ഞ് നമ്മളെ വിഡ്ഢികളാക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മീഡിയ. കാരണം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവരെ അല്ലെങ്കിൽ കാണികളെ അവരുടെ ആ ഒരു പോസ്റ്റിലേക്ക് ആകർഷിക്കണം എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ക്യാപ്ഷൻസ്, അതുപോലെ ഹെഡ്ലൈൻസ്, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം വരുത്തും. അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ആ ഒരു കാര്യത്തിനെ വലുതാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് അവർ ഇടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നടൻ്റെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അയാൾ പറയുകയാണ് താൻ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നേരത്തെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ ഡയറക്ടറുമായി ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസത്തെ വാർത്ത വരുന്നത് ഇങ്ങനെയായിരിക്കും: ഡയറക്ടറുമായി അടിയുണ്ടാക്കി നടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടാവും. സോ അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഒരു ബിസിനസ് തന്ത്രമാണ് ഈ മീഡിയ കാണിക്കുന്നത്. സോ നമ്മൾ അതിൽ വീണുപോയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അതിൽ പോയി ഒരു കമൻറ്റ് ഇടും. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും റീച്ച് കിട്ടുന്നത് ന്യൂസ് ഇട്ടവന്. അലിൻ ജോസ് പെരേരയെ പോലുള്ളവരുടെ വീഡിയോകളൊക്കെ ഇപ്പോഴും നെഗറ്റീവ് കണ്ടന്റുകളായിട്ടും നെഗറ്റീവ് കമൻറ്റുകളായിട്ടും ഇപ്പോഴും റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്, നമ്മൾ പോലും അറിയാതെ. നമ്മുടെ നെഗറ്റീവ് കമൻറ്റ് കൊണ്ടും നമ്മുടെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുമാണ് അവർ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലിൻ ജോസ് പെരേരയെ പോലുള്ളവർ കാണിക്കുന്ന കോമാളിത്തരങ്ങളും മണ്ടത്തരങ്ങളും നമുക്ക് കൂടുതലായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്നതുകൊണ്ടാണ് അയാളുടെ വീഡിയോകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയും അയാൾക്ക് വേണ്ടി നമ്മൾ കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അയാളെ ഒരു പരിപാടിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം അയാൾ നമ്മുടെ മുമ്പിൽ ഒരു ജോക്കറാണ്. നമ്മൾ എങ്ങോട്ട് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ആടാൻ പറഞ്ഞാൽ ആടുന്ന ഒരു ജോക്കർ. എനിക്ക് അത്രേ തോന്നിയിട്ടുണ്ട്.
സോ ഇതൊക്കെയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള വീഡിയോകളൊക്കെ റീച്ച് കിട്ടാനുള്ള കാരണം. നിങ്ങൾക്കിത് അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫോളോ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.